إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പരമാവധി പാലിച്ച് അവനെ കീഴൊതുങ്ങി യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിതാന്ത്യം വരെ നിലകൊള്ളുവാൻ വേണ്ട പരിശ്രമങ്ങൾ നടത്തണേ എന്ന് ആമുഖമായി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെന്ന ഉത്കൃഷ്ട സൃഷ്ടിയെ ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ ഒരുപാട് നിബന്ധനകളും പ്രതിബന്ധങ്ങളും അതുപോലെയുള്ള ഒരുപാട് അതിർവരമ്പുകളുമെല്ലാം നിശ്ചയിച്ചുകൊണ്ട് പലതും വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു മനുഷ്യനെ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിച്ചയച്ചതല്ല എന്ന് നമുക്കറിയാവുന്നതാണ്. അബുൽ അംബിയ ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന നമ്മുടെ പിതാവ്, ആ പ്രവാചകൻ പുറത്താക്കപ്പെട്ട സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുകയും നിങ്ങൾ ഒരു കണ്ണോ ഒരു കാതോ ഹൃദയങ്ങൾക്കോ വിഭാവന ചെയ്യാൻ കഴിയാത്ത ആ സ്വർഗീയ ലോകത്തേക്ക് നിങ്ങൾ തിരിച്ചു വരണം, അതിനുവേണ്ടി അധ്വാനിക്കുവാൻ നിങ്ങൾക്ക് ഞാൻ ഏർപ്പെടുത്തി തന്നിട്ടുള്ള ഇടമാണ് ഭൂമി, അവിടെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾക്ക് എൻ്റെ വിരോധനകൾക്ക്
എൻ്റെ നിയമങ്ങൾക്കനുസൃതമായി നിങ്ങൾ കഴിയേണ്ടതുണ്ട്. കാര്യം നിങ്ങൾക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു സ്വർഗീയ പൂന്തോപ്പ് അല്ലെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസ് നിങ്ങൾക്ക് ഞാൻ ഒരുക്കി തരാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ എന്നെ മാനിക്കണം, എന്നെ അനുസരിക്കണം. അതാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖുൽനഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമ്മുടെ സന്മാർഗം നിങ്ങൾക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, വിശുദ്ധ ഖുർആനാകുന്ന സന്മാർഗത്തിൻ്റെ ആ ദർശനം നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ, അതിനെ ആരാണോ പിൻപറ്റുന്നത്, ഫമനിത്തബഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ട യാതൊരു കാര്യവുമില്ല, അവർക്ക് വ്യസനിക്കേണ്ട ആവശ്യവുമില്ല. അള്ളാഹു അവർക്ക് സജ്ജമാക്കിയതാണ് സ്വർഗം എന്ന് അള്ളാഹു തആല പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഐഹിക ലോകത്ത്, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാൻ ഇഷ്ടമാണ്. നിബന്ധനകളും പ്രതിബന്ധങ്ങളും ഇല്ലാതെ കഴിയുക എന്നുള്ളത് ആ കുട്ടികൾക്ക്, പ്രത്യേകിച്ചും യുവാക്കളെ സംബന്ധിച്ചിടത്തോളം താല്പര്യമുള്ള വിഷയമാണ്. ഈ ലോകത്താണ്, ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഈ രൂപത്തിലുള്ള ഇത്തരം ചിന്താധാരകൾ ഉള്ള ലോകത്ത് ജീവിക്കുന്നിടത്താണ് ഇന്ന് കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നത്. നമുക്കറിയാമല്ലോ, ഇന്ന് പ്രതിബന്ധങ്ങൾ ഇഷ്ടമല്ല, സ്വാതന്ത്ര്യമാണ് എല്ലാവർക്കും ആവശ്യം. എന്താണ് ഇസ്ലാമിൻ്റെ നിബന്ധനകൾ ഇങ്ങനെ, അതിൻ്റെ നിയമങ്ങളൊക്കെ തന്നെയും വളരെ കുടുസാണല്ലോ, പ്രയാസമാണല്ലോ എന്നിത്യാദി ചിന്തകളിലൂടെയാണ് വളർന്നു വരുന്ന തലമുറ വിശേഷിച്ചും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ശാശ്വതമായ സ്വർഗം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, ഫമനിത്തബഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഇത് പകർന്നു കൊടുക്കാൻ, ഇത് വളർന്നു വരുന്ന തലമുറയെ വിശേഷിച്ചും പഠിപ്പിച്ചു കൊടുക്കുവാൻ കടപ്പെട്ടവരാണ് ഓരോ രക്ഷിതാക്കളും എന്ന് നാം കൃത്യമായി മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ കൃത്യമായി അറിയേണ്ട വിഷയം, ഒരിക്കലും അല്ലാഹു തആല ഒരുപാട് നിബന്ധനകൾ വെച്ചുകൊണ്ട് നമ്മെ പറഞ്ഞയച്ചതല്ല. നേരെ മറിച്ച് നമ്മുടെ കയ്യിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഒരു ക്ഷണക്കത്ത്, സുന്ദരമായൊരു ക്ഷണക്കത്ത് അള്ളാഹു നമ്മിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു ആ സ്വർഗീയ ലോകത്തേക്ക് നമ്മെ ക്ഷണിക്കുന്നത്. ആ ഒരു ക്ഷണം തന്നെ വളരെ ഹൃദ്യമാണ്. എന്താണ് അള്ളാഹു തആല മനുഷ്യരാശിയെ വിളിക്കുന്ന ആ ഒരു ക്ഷണം? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് ദാറുസ്സലാമിലേക്കാണ്, സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് അള്ളാഹു തആല നിങ്ങളെ ക്ഷണിക്കുന്നത് എന്നാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ നൈമിഷികമായ ലോകത്ത് ഈ ദുനിയാവിൻ്റെ എല്ലാ വിഭവങ്ങളും സുഖങ്ങളുമാണ് ശാശ്വതം, അതാണ് ഏറ്റവും പ്രധാനം എന്ന് ചില ആളുകളുടെ ജീവിത ശൈലികൾ കാണുമ്പോൾ തോന്നിപ്പോവാറുണ്ട്. അവിടെയാണ് വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഗേഹത്തിലേക്ക്. അസ്സലാം എന്ന പ്രയോഗത്തിന് പ്രസക്തിയുണ്ട്. അസ്സലാം എന്ന് പറഞ്ഞാൽ പരമമായ സമാധാനം എന്നാണ്, സർവസമാധാനം എന്നാണ്. അത് ലഭിക്കുന്ന ഇടം അത് പരലോകത്ത് സ്വർഗമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഇടത്തേക്കാണ് അല്ലാഹു തആല നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ക്ഷണം കേട്ടുകൊണ്ട് നമ്മൾ സഞ്ചരിക്കണം. നമ്മുടെ കൈകളിലുള്ള ആ ക്ഷണക്കത്താകുന്ന വിശുദ്ധ ഖുർആൻ, അതിൽ അല്ലാഹു തആല ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സിറാത്തുൽ മുസ്തഖീം. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കമ്പെടുത്തുകൊണ്ട് ഒരു വര വരയ്ക്കുന്നു. സഹാബാക്കൾ ഇത് കാണാൻ സാഗൂതം അവർ ശ്രദ്ധിക്കാൻ, എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നേർരേഖ വരച്ചു. തൊട്ടുശേഷം അതിന് ഇടവും വലവുമായിക്കൊണ്ട് പല രൂപത്തിലും ഒരുപാട് വരകളും വരച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിശദീകരിക്കുകയാണ്. എൻ്റെ സ്വഹാബത്തെ, എൻ്റെ അനുചരന്മാരെ, ഞാൻ വരച്ച ഈ നേർവരയുണ്ടല്ലോ, അതാണ് സിറാത്തുൽ മുസ്തഖീം, അതാണ് സ്വച്ഛമായ പാത, അതാണ് മുസ്തഖീമായ പാത. അതിലൂടെയാവണം നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. ഇടവും വലവും പല വഴികളും നിങ്ങൾ കാണും, പക്ഷേ നിങ്ങൾക്ക് കൃത്യമായ റൂട്ട് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ റൂട്ടിലൂടെ മാത്രമാവണം നിങ്ങൾ പോവേണ്ടുന്നത്. ആ പോകുന്ന യാത്ര, അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് സ്വർഗമാണ് എന്നാണ്. എന്നാൽ ഇടവും വലവും നിങ്ങൾ തിരിഞ്ഞ് വഴിതെറ്റി അങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് നാശത്തിലേക്ക് എത്തിക്കുമെന്നും നരകത്തിലേക്ക് എത്തിക്കുമെന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ,
ഇവിടെയാണ് നമുക്ക് മാത്സര്യ ബുദ്ധി ഉണരേണ്ടത്. ഇവിടെയാണ് നമ്മൾ ഒരല്പം കൂടി പരിശ്രമിക്കേണ്ടുന്ന ഇടം. ഇവിടെയാണ് ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കാൻ തയ്യാറുള്ളവർ ഈ വിഷയത്തിന് വേണ്ടി മത്സരിച്ചു കൊള്ളട്ടെ എന്നാണ്. സ്വർഗത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ ദാറുസ്സലാമിന് വേണ്ടി, അവന്റെ സച്ചരിതരായ അടിമകൾക്ക്, മുത്തഖീങ്ങൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ മാത്രം സഞ്ചരിച്ച് എത്തിപ്പെടാൻ കഴിയുന്ന ദാറുസ്സലാം, അതിലേക്ക് എത്തുവാനുള്ള, അത് സ്വായത്തമാക്കുവാനുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സ്വർഗം ആർക്കാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്, സ്വർഗം ആർക്കാണ് അള്ളാഹു തയ്യാറാക്കിയിട്ടുള്ളത് എന്നതിൻ്റെ പ്രഥമ ഉത്തരം ലാ ഇലാഹ ഇല്ലല്ലാഹ് കറകളഞ്ഞ് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്ന ആളുകൾ, അവർക്ക് മാത്രമാണ് അവിടെ എത്തിച്ചേരാൻ അവസരമുള്ളൂ. നാട്ടിലെമ്പാടും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മേക്കാളും നല്ല സാമൂഹിക പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുണ്ടായേക്കാം. പല നിലക്കുമുള്ള സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്, സ്തുത്യർഹമായ പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾ. പക്ഷേ ആ ദാറുസ്സലാമിലേക്ക് എല്ലാവർക്കും പ്രവേശനാനുമതിയുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ഉത്തരമാണ്. അവിടെയാണ് നമ്മൾ അല്ലാഹുക്ക് കൊടുത്ത സാക്ഷ്യവചനം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, നീ മാത്രമാണ് ആരാധനക്കർഹൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇലാഹായി ആരാധനായി പടച്ചവനെ നീ മാത്രമേയുള്ളൂ. ആരാധനയുടെ സർവവശങ്ങളും അള്ളാഹ്ക്ക് പുറമെയുള്ള ശക്തികളാവട്ടെ, വ്യക്തികളാവട്ടെ, വസ്തുക്കളാവട്ടെ, ഒന്നിനും ഞാൻ സമർപ്പിക്കുകയില്ല, നിനക്ക് മാത്രമേ ഞാൻ സമർപ്പിക്കുകയുള്ളൂ എന്ന അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയ ആളുകളാണ്, ആ വചനം ഉച്ചരിച്ച ആളുകളാണ് നാം ഓരോരുത്തരും. അങ്ങനെയുള്ളവർക്കാണ് ആ സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്, എല്ലാവർക്കും ഉള്ളതല്ല. അതാണ് ആമുഖമായി ഓതിക്കേൾപ്പിച്ച വചനത്തിന്റെ ആശയവും. എന്താണ് അള്ളാഹു തആല പറയുന്നത്? വമൻ യഅമൽ മിനസ് സാലിഹാത്തി മിൻ ദഖരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ, ആരാണോ സുഹൃതം ചെയ്യുന്നത്, ആരാണോ സൽക്രമങ്ങൾ ചെയ്യുന്നത്, അവർക്ക് സ്വർഗമുണ്ട് എന്നല്ല, അവർക്കാണ് സ്വർഗം എന്നല്ല. പക്ഷെ ഒരു നിബന്ധനയുണ്ട്, വഹുവ മുഅ്മിൻ, അവൻ ആരാവണം? വിശ്വാസിയാവണം, കറകളഞ്ഞ വിശ്വാസിയാവണം. ഒരു ശിർക്കിന്റെ ഒരു ചാഞ്ചല്യം പോലും ഇല്ലാത്ത, കറകളഞ്ഞ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിച്ച ആളുകൾക്ക് മാത്രം നൽകുന്ന ഒന്നിന്റെ പേര്, അതാണ് സ്വർഗം. അവിടെയാണ് ഖുർആൻ പറയുന്നത്, ഉലൈക ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർക്കാണ് സ്വർഗപ്രവേശനം ഉള്ളത് എന്ന് കൃത്യമായി അല്ലാഹു തആല ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നതിൽ കവിഞ്ഞ് അതെല്ലാം എന്തിനെ ആധാരമാക്കിയാണോ അതാണ് ഏറ്റവും അടിസ്ഥാനം. ലാ ഇലാഹ ഇല്ലല്ലയെ ഉറപ്പിച്ചു നിർത്തുന്ന, എൻ്റെ ഷഹാദത്തിന് ബലമേകുന്ന പ്രവർത്തനങ്ങൾ, അതാണ് അഅ്മാലുസ് സാലിഹാത്ത്. എന്താണ് ഇസ്ലാം കാര്യങ്ങളിലെ ഒന്നാമത്തെ കാര്യം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതിനുശേഷമാണ് ബാക്കിയെല്ലാം. പക്ഷേ നമ്മൾ പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്, ഊറ്റം കൊള്ളുന്നത്, അല്ല എങ്കിൽ കൂടുതൽ സംസാരിക്കുന്നത്, സംശയങ്ങൾ ഉണ്ടാകുന്നത് ഈ ഷഹാദത്തിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്, നിസ്കാരത്തെക്കുറിച്ചാണ്, നോമ്പിനെക്കുറിച്ചാണ്, സക്കാത്തിനെയും ഹജ്ജിനെയും സംബന്ധിച്ചാണ്. പക്ഷേ മുസ്ലിം ഉമ്മത്ത് അവർക്ക് അപജയം സംഭവിച്ചത് ഷഹാദത്തിന്റെ വിഷയത്തിലാണ് എന്നുള്ളത് ഈ അനുഭവങ്ങളെല്ലാം തന്നെ സാക്ഷിയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഘടകവിരുദ്ധമായ, തൗഹീദിന് നേർ വിപരീതമായിട്ടുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാവുന്ന വസ്തുതയാണല്ലോ. അവിടെയാണ് തൗഹീദിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ആരംഭദശയിൽ നമ്മൾ കേട്ടു തുടങ്ങിയ വാക്യമാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് അതിൻ്റെ പൊരുള്? എന്താണ് അതിൻ്റെ അർത്ഥം? എത്രമാത്രം അർത്ഥഗർഭമുള്ള വാക്യമാണത് എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സിൽ നുബൂവത്ത് കിട്ടി. ശേഷം തന്നിലേക്ക്, തൻ്റെ ആദർശത്തിലേക്ക്, തൻ്റെ ക്ഷണം സ്വീകരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുസ്ലിമീങ്ങളെ നമുക്കറിയാം. പുതുമുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ, സ്വഹാബ കിറാം, ആയിഷ, ഖദീജ റളിയല്ലാഹു അൻഹയെ പോലെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ തുടങ്ങിയിട്ടുള്ള വിരലെണ്ണാവുന്ന ആളുകൾ അല്പാൽപമായി ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്.
പക്ഷേ 10ഓളം വർഷക്കാലം, 10 ചില്ലാനം വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഈ മുസ്ലിമീങ്ങൾക്ക് എന്ത് ആരാധനയാണ്, നിർബന്ധ ആരാധനയാണ് പഠിപ്പിച്ചത്? നമ്മളത് ചിന്തിക്കേണ്ട വിഷയമാണ്. നിസ്കാരം അന്ന് നിർബന്ധമായിട്ടുണ്ടോ? ഇല്ല. നോമ്പോ, സക്കാത്തോ, ഹജ്ജോ? അല്ലേ, നമുക്കറിയാം അവിടെ കഅബയുണ്ട്, ആളുകൾ മുശ്രിക്കീങ്ങൾ പോലും തവാഫ് ചെയ്യുന്നുണ്ട്, ആ സംവിധാനം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഹജ്ജ് എന്ന കർമ്മം നിർബന്ധമാക്കിയിട്ടില്ല. നോമ്പെന്ന ആരാധന ഈ രൂപത്തിൽ നിർബന്ധമാക്കിയിട്ടില്ല. നിസ്കാരം എന്ന ഈ കൃത്യമായി നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന 5 നേര നമസ്കാരം അക്കാലഘട്ടത്തിലൊന്നും തന്നെ നിർബന്ധമാക്കിയിട്ടില്ല. 10ഓളം വർഷക്കാലം പിന്നെ എന്ത് ആരാധനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുസ്ലിമീങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചത്? അവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥഗർഭം, അതിൻ്റെ ആശയ തലങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അവബോധം നമ്മിൽ ഉണ്ടാവേണ്ടുന്നത്. എന്താണ് പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, 10ഓളം വർഷക്കാലം ഹിജറ പോകുന്ന, നമുക്കറിയാം ഹിജറയുടെ വേള, അതുപോലെ തന്നെ ഇസ്രാ മിഅ്റാജിന്റെ വേളയിലാണല്ലോ നിസ്കാരം നിർബന്ധമാകുന്നത്. ഹിജറയ്ക്ക് ശേഷമാണല്ലോ നോമ്പ് നിർബന്ധമാകുന്നത്. പക്ഷേ ഈ ഹിജറ, ഈ ഇസ്രാ മിഅ്റാജ് ഉണ്ടാകുന്ന വേളയിൽ നമുക്കറിയാം അവിടെ മുതലാണ് നമസ്കാരം എന്ന ഈ രൂപത്തിൽ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന രൂപത്തിൽ അത് നിർബന്ധമാകുന്ന ഘട്ടം ഇസ്രാ മിഅ്റാജിന്റെ വേള മുതലാണ്. എപ്പോഴാണ് അതുണ്ടാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോകുന്നതിന്റെ 2 വർഷം മുമ്പാണ്. അങ്ങനെ വരുമ്പോൾ ഈ വർഷക്കാലയളവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരെ പരിശീലിപ്പിച്ചത്, പഠിപ്പിച്ചത് ഒന്ന് മാത്രമാണ്: അള്ളാഹനെ മാത്രം വിളിച്ചു തേടുക എന്ന കാര്യം. പടച്ചോനെ മാത്രം എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ എല്ലാം അർപ്പിക്കാൻ, എൻ്റെ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കാൻ എൻ്റെ റബ്ബ് മാത്രം മതി എന്ന ആ ഒരു പ്രസക്തമായ കാര്യം, മാത്രം എന്ന പ്രയോഗം, അത് വളരെ പ്രധാനമുള്ളതാണ്. എന്തിനാണ് ബദറുണ്ടായത് എന്ന് ചോദിച്ചാൽ ഈ മാത്രം അത് വേർതിരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഭാഗത്ത് അബൂജഹൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, ഇപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു, കരഞ്ഞു പ്രാർത്ഥിക്കുക. അബൂജഹലും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാണ്: അള്ളാഹുവെ, സത്യത്തിന്റെ വാദയെയും കക്ഷിയെയും നിനക്കറിയാം, ഞങ്ങളെ നീ വിജയിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നത് ആരാ? അബൂജഹലും കൂട്ടരും. അബൂജഹൽ പ്രാർത്ഥിക്കുക, അവിടെ നേതാവ്. അപ്പുറത്ത് മുസ്ലിമീങ്ങളുടെ നേതാവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു: അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ ലൻ തുഅബദ്. അല്ലാഹുവേ, ഈ ചെറു സംഘത്തെ എങ്ങാനും നീ പരാജയപ്പെടുത്തിയാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന വിഭാഗം അവിടെ ഉണ്ടാവൂല. അവിടെ അപ്പുറത്ത് അബൂജഹൽ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവോടാണ്. പക്ഷേ അവൻ അല്ലാഹുവോടും അല്ലാത്തവരെയും അവൻ വിളിക്കാറുണ്ട്. ആ വേർതിരിവാണ് ബദറിലൂടെ നമ്മൾ കണ്ടത്, ആ ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അവിടെയാണ് തൗഹീദിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അവിടെയാണ് ഒരുപാട് അമലുകൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നതിൽ കവിഞ്ഞ്, എന്നതിനപ്പുറം വിശ്വാസിയായ നിലയിൽ ലാ ഇലാഹ ഇല്ലല്ലയെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു തആല നമ്മോട് ആവശ്യപ്പെടുന്നത്: ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. വിശ്വാസികളിൽ നിന്നാണ് അള്ളാഹു അവരുടെ ശരീരവും അതുപോലെ തന്നെ അവരുടെ ധനവുമെല്ലാം അള്ളാഹു വിലക്ക് വാങ്ങിയിട്ടുള്ളത് വിശ്വാസികളിൽ നിന്നാണ്. എന്ത് പകരം തരാന്ന് പറഞ്ഞിട്ട്? ബിഅന്ന ലഹുമുൽ ജന്ന, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം, പകരം നിങ്ങളെ എനിക്ക് സമർപ്പിക്കുക. അതാണ് മുസ്ലിം. മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സർവസ്വവും സമർപ്പിച്ചവൻ എന്നാണ് അർത്ഥം. എല്ലാറ്റിലും പടച്ചവന്റെ വാക്ക്, പടച്ചവന്റെ തീരുമാനം, അതിനപ്പുറമേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം എന്ന പ്രഖ്യാപനമാണ് മുസ്ലിമിന്റെ ജീവിതത്തിലൂടെ തെളിയിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ആവശ്യപ്പെട്ട കാര്യം ഇസ്തിഖാമത്തോടുകൂടി നിലയുറപ്പിക്കുക. ഏത് പ്രകോപനങ്ങളുണ്ടായാലും സമൂഹത്തിൽ അവരും മറ്റുവരൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവരൊക്കെ ഭൂരിപക്ഷമാണല്ലോ, അവർ വലിയ സമൂഹമാണല്ലോ, അവരുടെ പക്ഷമായിരിക്കും ശരി. ഈ മിഥ്യാധാരണകൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ഇസ്തിഖാമത്തോടുകൂടി നിങ്ങൾ നിലപാടുറപ്പിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോവേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുൽ ഇസ്ലാം
നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, യഥാർത്ഥ വിശ്വാസികളായി ജീവിതാന്ത്യം വരെ നിലകൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ കാര്യം എന്ന് നാം മനസ്സിലാക്കുക. അസത്യത്തിൻ്റെ പാതയിൽ ആളുകൾ ബഹുഭൂരിപക്ഷമുണ്ടാകും, അതൊരു ചരിത്ര വസ്തുതയാണ്. നേരിൻ്റെ പാതയിൽ എന്നും എക്കാലവും ആളുകൾ കുറവായിരിക്കും. വഴികേടിൻ്റെ പാതയിൽ ആളുകൾ എമ്പാടുമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, നിങ്ങൾ നേരെ മാർഗത്തിലൂടെ സഞ്ചരിക്കുക. ആ സത്യത്തിൻ്റെ വഴിയിൽ പലപ്പോഴും ന്യൂനപക്ഷങ്ങളെ ആയിരിക്കും നിങ്ങൾ കാണുക, പക്ഷേ അവർ നിങ്ങളെ എത്തിക്കുന്നത് സ്വർഗത്തിലേക്കായിരിക്കും. എന്നാൽ അസത്യത്തിൻ്റെ പാതയിൽ എമ്പാടും ആളുകളുണ്ടാകും, നേതാക്കന്മാരുണ്ടാകും, തോന്നിവാസികളുണ്ടാകും, നാട്ടിലെ പ്രമാണിമാരുണ്ടാകും, അതുപോലെയുള്ള പ്രമുഖരായ പലരും ഉണ്ടാകും. അതെല്ലാം കണ്ടുകൊണ്ട് അവരെയല്ല നീ പിന്തുടരേണ്ടുന്നത്. എൻ്റെ മാർഗത്തെ, എൻ്റെ പാതയെ നീ സ്വീകരിക്കണം. അങ്ങനെ പിന്തുടർന്നാൽ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതാണ് സ്വർഗം. ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നതിൻ്റെ ഒരു ചിത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുക. തൗഹീദ് കറകളഞ്ഞ് അംഗീകരിച്ച ആളുകൾക്കുള്ളതാണ് സ്വർഗം. അതിന് ഉപോൽപലകമായിട്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ നിലകൊള്ളേണ്ടുന്നത് എന്നതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെ സ്വർഗത്തിലെത്തിപ്പെടുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന വല്ലാത്തൊരു സുഖത്തിൻ്റെ ചിത്രം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തു യൂനിസിലെ 26-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. സുകൃതം ചെയ്ത ആളുകൾക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലമാണ് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. കൂട്ടത്തിൽ വസിയാദ, ഒരൽപ്പം കൂടുതലായിട്ടും അല്ലാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. എന്താണ് ഈ സിയാദത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങൾ മുഫസ്സിരീങ്ങളൊക്കെ തന്നെയും അതിനെ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണുവാൻ സാധിക്കും എന്താണ് ഈ സിയാദത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന്. അള്ളാഹുവിനെ കാണുവാനുള്ള മഹാ തൗഫീഖ് ആ വിശ്വാസികൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ തിരുമുൾ കാഴ്ച അത് വിശ്വാസികൾക്കുണ്ടാകും. അതാണ് ആ സിയാദത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ്. ഏതാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിനെ കാണുക എന്ന് പറയുന്ന അനുഗ്രഹം? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകൻ, അള്ളാഹുവിൻ്റെ കലീമുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന, അള്ളാഹുമായി സംഭാഷണം നടത്തിയ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ദുനിയാവിൽ വെച്ച് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ കാര്യം, അള്ളാഹുവെ എനിക്ക് നിന്നെ ഒന്ന് കാണണം, എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് പടച്ചോനെ നിന്നെ കാണാൻ. അള്ളാഹിന്റെ മറുപടി എന്തായിരുന്നു? ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക്. അള്ളാഹുവെ എനിക്കൊന്ന് നിന്നെ കാണിച്ചു തരുമോ? എനിക്കൊന്ന് നിന്നെ നോക്കിക്കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. ഇത് പറഞ്ഞപ്പോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു എന്താ മറുപടി പറഞ്ഞത്? ഖാല ലൻ തറാനി, ഖാല ലൻ തറാനി, ഒരിക്കലും എന്നെ ഇപ്പൊ കാണാൻ കഴിയുകയില്ല മൂസ എന്ന് പ്രവാചകനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ദുനിയാവിൽ വെച്ച് അള്ളാഹു പറഞ്ഞ ആ അള്ളാഹുവിന്റെ കാഴ്ചയാണ് സിയാദത്ത് കൊണ്ട് ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, ആ സിയാദത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഒരുപാട് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് ഈ തരുണത്തിൽ നമുക്ക് ഓർത്തെടുക്കാവുന്നതാണ്. എന്താണ് പ്രവാചകർ പറഞ്ഞത്? ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗ്ഗക്കാരൊക്കെ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഖാല യഖൂലുല്ലാഹു തബാറക വ തആല, അപ്പോൾ അല്ലാഹു പറയും തുരീദൂന ശൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് വല്ലതും അധികം വേണ്ടതായുണ്ടോ? എന്തെങ്കിലും കൂടുതൽ ആവശ്യമുണ്ടോ? ചോദിക്കാം. തുരീദൂൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്നു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും അധികം തരാം. സ്വർഗത്തിലെ സ്വർഗവാസികളോട് അള്ളാഹു അവരെയൊക്കെ സ്വർഗത്തിലാക്കിയതിനു ശേഷം അവരോട് വീണ്ടും പറയാണ്, ഇനി വല്ലതും ആവശ്യമുണ്ടോ? ഞാൻ തരാൻ തയ്യാറാണ്. അപ്പോൾ സ്വർഗത്തിലെ സ്വർഗവാസികൾ, സത്യവിശ്വാസികൾ പറയുന്നൊരു മറുപടി ഉണ്ട്. അലം തുബയ്യിദ് വുജൂഹന, നീ എന്തിനാ പടച്ചോനെ ഞങ്ങളുടെ മുഖങ്ങളെയൊക്കെ നീ ശോഭനമാക്കിയില്ലേ? ഇനി ഞങ്ങൾക്ക് എന്ത് വേണം? ഈ സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിച്ചില്ലേ? അലം തുദ്ഖിൽനൽ ജന്ന, ഞങ്ങളെയെല്ലാം നീ ഈ സ്വർഗത്തിലേക്ക് ഞങ്ങളെ എല്ലാം നീ പ്രവേശനാനുമതി നൽകിയില്ലേ? ഇതിനും അപ്പുറം ഇനി എന്താണ് എന്നാണ് വിശ്വാസികൾ തിരിച്ചു പറയുന്നത്. വതുനജ്ജിനാ മിനന്നാർ, ഞങ്ങളെയെല്ലാം നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തില്ലേ? ഇനി എന്തിനാണ് ഞങ്ങൾക്ക് സിയാദത്തായിട്ട് വേറെന്തിനധികം? ഇത് തന്നെ ധാരാളം എന്ന് മറുപടി പറയുമ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയക്ഷിഫുൽ ഹിജാബ്, മറ നീക്കി അല്ലാഹു തആല അവരെ കാണാനായി വരുന്ന രംഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്ദരമായി വിശദീകരിക്കുകയാണ്. ആ രംഗം കാണുമ്പോൾ അള്ളാഹുവിനെ കാണുക എന്ന സംഗതി അതിനേക്കാളും ഇഷ്ടമുള്ളതും പ്രിയമുള്ളതായും അവർക്ക് മറ്റൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിലൂടെ സ്വഹീഹായ നിലയിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്തിനാണോ സ്വർഗത്തിനാണ് എങ്കിൽ ആ സ്വർഗത്തിലെ വല്ലാത്തൊരു കാഴ്ചയെ പറ്റിയാണ്. അള്ളാഹുവിനെ കാണുക, അള്ളാഹുവിനെ നല്ല രൂപത്തിൽ കാണാനുള്ള സൗഭാഗ്യം വിശ്വാസികൾക്ക് അള്ളാഹു ഒരുക്കുന്ന രംഗമാണ് പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുവചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇതിനെ വിശദീകരിച്ച മുഫസ്സിരീങ്ങൾ പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇന്നക്കും സതറൗന റബ്ബക്കും അയാന, നിങ്ങളുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട്, ഈ പച്ചയായ കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, അതെ, ചില മുഖങ്ങൾ അതാ തിളക്കമുള്ള മുഖങ്ങളായി മാറുകയാണ്. മാത്രവുമല്ല ഇലാ റബ്ബിഹാ നാദിറ, തങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് സൂറത്തു ഖിയാമയിൽ അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം അത്തരം ആളുകൾക്കുണ്ടാകും. ഈ വിശ്വാസം സ്വീകരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ ഒരു പ്രവർത്തനവുമില്ലാതെ, ശിർക്കിന്റെ ഒരു അംശം പോലും ജീവിതത്തിൽ കലരാതെ, അതിനെ മയപ്പെടുത്തിക്കൊണ്ട് ആരെന്തു പറഞ്ഞാലും രോഗങ്ങൾ വരുമ്പോൾ, അസുഖങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ പലപ്പോഴും അസ്വസ്ഥരാകുന്നത്. ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് ചികിത്സിച്ചു, ഒരു ഫലവുമില്ല, ഒരു ഭേദവുമില്ല. ഇനി എന്തുണ്ട് മാർഗം എന്ന് അന്വേഷിക്കുമ്പോഴാണ് ശിർക്കിന്റെ കൂടാരങ്ങൾ മുസ്ലിം സമൂഹത്തെ പോലും മാടി വിളിക്കുന്നത്. അവിടെയാണ് നമ്മൾ നമ്മുടെ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുക. അതിനെ പ്രലോഭനങ്ങൾ കൊണ്ട്, മയപ്പെടുത്തലുകൾ കൊണ്ട് ആര് ശ്രമിച്ചാലും ശരി, അഷ്ഹദു എന്ന സാക്ഷ്യപ്രഖ്യാപനം നടത്തിയവരാ നമ്മൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലൊരു ശക്തിക്കും സ്ഥാനമില്ല, ഒരു വ്യക്തിക്കോ വസ്തുവിനോ ഒന്നിനും സ്ഥാനമില്ല. റബ്ബും മാത്രം, ഹസ്ബി അല്ലാഹ്. ഏതു ഘട്ടത്തിലും അല്ലേ ഞാൻ തീരാറായി, ഇനിയോ എൻ്റെ മുമ്പിൽ ഒരു മാർഗവുമില്ല എന്ന ആ ഒരു തോന്നലുണ്ടാകുന്ന ഇടത്താണല്ലോ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, കല്ല ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. അവിടെയാണ് അതുപോലെ തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഹസ്ബി അല്ലാഹ് വ നിഅ്മൽ വക്കീൽ, എനിക്ക് എൻ്റെ അല്ലാഹു മതി, അവനുണ്ടല്ലോ എല്ലാറ്റിനും. ഈ ഒരു ബോധമാണ് വിശ്വാസി സമൂഹമേ നമ്മുടെ ചിന്തയിലും മനസ്സിലും പ്രവർത്തനങ്ങളിലും ഒക്കെ നിഴലിച്ചു നിൽക്കേണ്ടുന്നത്, എപ്പോഴും ഉണ്ടാവേണ്ടുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നിബന്ധനകൾ വെച്ചിട്ടുണ്ട് എങ്കിൽ, ഒരുപാട് നിയമങ്ങൾ വെച്ചിട്ടുണ്ട് എങ്കിൽ, അതെല്ലാം തന്നെ നമ്മെ പ്രയാസപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ അല്ല എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. ഏറ്റവും സുഖവും സുന്ദരമായ സ്വർഗത്തിലേക്കുള്ള ആ ഒരു പ്രയാണത്തിന് നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കണമെങ്കിൽ ഒരൽപ്പം നിങ്ങൾ അധ്വാനിക്കണം, പരിശ്രമിക്കേണ്ടതുണ്ട്. കാര്യം സ്വർഗം അങ്ങനെയാണ് അല്ലാഹു തആല വിശ്വാസികൾക്ക് സജ്ജമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അതിലെത്തിപ്പെടാൻ ഒരൽപ്പം പ്രയാസപ്പെടേണ്ടി വരും എന്നുള്ളതാണ് ഈ ദുനിയാവിൽ നമ്മൾ തെളിയിക്കേണ്ടത്. പ്രയാസങ്ങൾ ഉണ്ടാകും, ദുരിതങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. അതിൻ്റെ എല്ലാം ഗേഹമാണ് ഈ ദുനിയാവ്. ദുനിയാവിലെ ഒരു സ്ഥലത്തും അല്ലാഹു തആല സലാമിൻ്റെ ഗേഹം എന്ന് പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, പരിചയപ്പെടുത്തിയിട്ടുമില്ല. ദാറുസ്സലാം, സമാധാനത്തിന്റെ ഗേഹം എന്ന് പറഞ്ഞത് സ്വർഗത്തെക്കുറിച്ചാണ്. ആ പരലോകത്തെ സുഖങ്ങളുടെ ലോകമായ സങ്കേതമായ സ്വർഗത്തെക്കുറിച്ചാണ് അല്ലാഹു സലാമിന്റെ ഭവനം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് അവിടെ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാവൂ, അവിടെ മാത്രമേ നമുക്ക് ആഗ്രഹിക്കാവൂ. ദുനിയാവാണ് എല്ലാം എന്ന് കരുതി നെട്ടോട്ടമോടുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതിവിടെ തീരുന്നതാണ്. കുൽ മതാഉദ് ദുനിയ ഖലീൽ വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ. അതേ, സൂക്ഷ്മത പുലർത്തുന്ന ആളുകൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഇടം അത് പരലോകമാണ്, പാരത്രിക ലോകമാണ് എന്ന തിരിച്ചറിവുണ്ടാവുക. ജീവിതത്തിൽ ഉടനീളം തൗഹീദിന്റെ വക്താക്കളായി, കറകളഞ്ഞ മുവഹിദീങ്ങളായി ജീവിതാന്ത്യം വരെ നിലകൊള്ളുവാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളിൽ, മുവഹിദുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.